ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ മേൽവസ്ത്രം പാടില്ലെന്ന പരാമർശത്തിൽ വാക്പോര്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ വിമർശനത്തിന് മറുപടിയുമായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ മേൽവസ്ത്രം പാടില്ലെന്നത് അനാചാരമെന്ന് പറഞ്ഞ സ്വാമി സച്ചിദാനന്ദയെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നായിരുന്നു സുകുമാരൻ നായരുടെ പരാമർശം. ഹിന്ദുവിന് മേൽ എല്ലാം അടിച്ചേൽപ്പിക്കാമെന്ന പിടിവാശി അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു G. സുകുമാരൻ നായരുടെ പ്രതികരണം. സുകുമാരൻ നായർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണെന്നും താൻ പറഞ്ഞത് നാട്ടിലുണ്ടാകേണ്ട പരിഷ്കാരത്തെക്കുറിച്ചാണെന്നും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെക്കാൾ യോഗ്യൻ സന്യാസിയായ താനാണെന്നും സച്ചിദാനന്ദ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെതായൊരു കാഴ്ചപ്പാടാണ്, അഭിപ്രായമാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു സന്യാസിയാണ്, ശിവഗിരി മഠത്തിന്റെ അധ്യക്ഷനാണ്. ശിവഗിരി മഠം ഒരു പ്രത്യേക ജാതിയുടെയോ മതത്തിന്റേതോ അല്ല. അത് ശ്രീനാരായണ ഗുരുവിന്റെ തത്വദർശനത്തെ പിന്തുടരുന്നതാണ്. അത് കേരളത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ നാട്ടിലുണ്ടാകേണ്ട കാമ്യമായ ഒരു പരിഷ്കാരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ നിലയിൽ അദ്ദേഹം NSSന്റെ മാർഗനിർദ്ദേശം നൽകുന്നു. ഞാൻ സന്യാസി എന്ന നിലയിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ സുകുമാരൻ നായരെക്കാളും കൂടുതൽ അവകാശം എനിക്കുണ്ട്. ഇല്ല, അദ്ദേഹത്തിന്റെ സംസ്കാരം അതാണ്. എനിക്ക് ആ സംസ്കാരത്തെക്കുറിച്ചൊന്നും പറയാനില്ല. അത് അദ്ദേഹത്തിന്റെ സ്വകീയമായ കാഴ്ചപ്പാട്, അത് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു. എനിക്കതിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. റിനു ശ്രീധർ നമുക്കൊപ്പം എത്തുന്നു. റിനു ശ്രീധർ, ഇത് കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകുന്ന കാഴ്ചയിലേക്ക് എത്തുകയാണ്. സ്വാമി സച്ചിദാനന്ദ റിനുവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ആലോചിച്ചുറപ്പിച്ച തീരുമാനമാണ് എന്നതിന് കൂടുതൽ വ്യക്തത വരികയല്ലേ? തീർച്ചയായും സുജയ, കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിലാണ് സ്വാമി സച്ചിദാനന്ദ ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത്. ക്ഷേത്രങ്ങളിൽ, അതായത് ആചാരപ്രകാരം ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ച്, അതായത് ഷർട്ട് ധരിച്ച് കയറുന്നതിനെതിരായിട്ടുള്ള ആ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഇതായിരുന്നു അദ്ദേഹം തുടക്കം കുറിച്ചത്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലടക്കം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് പോകുന്നൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് സ്വാമി സച്ചിദാനന്ദയുടെ ഈ ഒരു അഭിപ്രായം. ഇന്നിപ്പോൾ പെരുന്നയിൽ വെച്ച ഈ സച്ചിദാനന്ദയ്ക്കെതിരെ G. സുകുമാരൻ നായരും ഇത്തരത്തിലൊരു അഭിപ്രായം, അതായത് ഇതിനെതിരായിട്ടുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിച്ചു. ശിവഗിരിയിലെ കാര്യം മാത്രം സച്ചിദാനന്ദ സ്വാമി നോക്കിയാൽ പോരെ, ഹിന്ദുക്കളുടെ മുഴുവൻ ഇത്തരത്തിലുള്ള ആചാരങ്ങളിൽ ഒരു അഭിപ്രായം പറയേണ്ട ആളാണോ എന്ന് അദ്ദേഹം എന്നടക്കമുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടിയാണ് സച്ചിദാനന്ദ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടും ഒരു സന്യാസി വര്യൻ എന്നുള്ള നിലയ്ക്ക് ഇതിൽ പറയാൻ ഏറ്റവും കൂടുതൽ അവകാശം, അതായത് ഏറ്റവും കൂടുതൽ യോഗ്യൻ താനാണ് എന്നതടക്കമുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമൂഹത്തിനുണ്ടാകേണ്ടുന്ന മാന്യമായിട്ടുള്ളൊരു മാറ്റം, ഒരു പരിഷ്കാരം, അതാണ് താൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും തൻ്റെ അഭിപ്രായത്തോട് താൻ കൃത്യമായി തന്നെ നീതി പുലർത്തിയിട്ടുണ്ട്. ഈ അഭിപ്രായവുമായി മുന്നോട്ട് പോകുന്നു. ഇതിൽ ഒരല്പം പോലും പിന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്. അത് എവിടെയും പറയാൻ താൻ തയ്യാറാണ്. മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളൊരു അഭിപ്രായം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സുജയ, ശരി. റിനു ശ്രീധറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തുടർ പ്രതികരണങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.